അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു കപ്പലിന് സഞ്ചരിക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. പക്ഷെ ആ വെള്ളം കപ്പലിൽ കയറിയാൽ കപ്പൽ മുങ്ങിപ്പോകും. ഇതുപോലെ തന്നെയാണ് മനുഷ്യന് ജീവിക്കാൻ ദുനിയാവ് ആവശ്യമാണ്. പക്ഷെ ആ ദുനിയാവ് മനുഷ്യന്റെ ഖൽബിൽ കയറിയാൽ മനുഷ്യൻ നശിച്ചു പോകും, മാന്യത ഇല്ലാത്തവനായി തീരും. ഹലാലൊന്നും ഹറാമൊന്നും ഇല്ലാതെ സമ്പാദിക്കാൻ തുടങ്ങും, ആർത്തിപ്പണ്ടാരമായി മാറും ലാസ്റ്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും വരും, ബുദ്ധിമുട്ടുകളും വരും, പല പ്രതിബന്ധങ്ങളെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. ഞാൻ തോറ്റുപോയല്ലോ, എനിക്ക് കൂടെ ആരുമില്ലല്ലോ, എൻ്റെ കൂടെ ഉള്ളവർ തന്നെ എന്നെ പറ്റിക്കാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, കല്ല കല്ല, കാര്യം അങ്ങനെയല്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടടോ. മഹാനായ സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനുഭാവരുടെ പിന്നിൽ സർവായുധ സമ്പന്നരായ ഫിർഔനും കൂട്ടരും ശത്രുപക്ഷം ഇങ്ങനെ ഓടി വരികയാണ്. മഹാനുഭാവരെയും ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കൈപ്പറ്റിയവരെയും പിടിക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ കടന്നു വരികയാണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഉള്ളവർ ചോദിച്ചു, അല്ല തങ്ങൾ, അവരെ പിടിക്കാൻ വരുന്നുണ്ടല്ലോ, എന്താ കാട്ടുക, എന്താ ചെയ്യുക? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇതുവരെ എത്തിച്ച റബ്ബിന് ഇനി അങ്ങോട്ടുള്ള വഴി കാണിക്കാൻ അറിയാടോ. ഇതുവരെ വിജയം നൽകിയതും സമാധാനം നൽകിയതും റബ്ബാണെങ്കിൽ ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിന് വഴി കാണിച്ചു തരാൻ റബ്ബിനറിയാം. നമ്മളെ സൃഷ്ടിച്ചത് റബ്ബാണെങ്കിൽ ജീവിക്കാനുള്ള വഴി അവൻ നമുക്ക് തുറന്നു തരും. പക്ഷേ നമ്മൾ റബ്ബിനോട് നീതി പുലർത്തണം. കഴിവിന്റെ പരമാവധി ഒരാളെയും കുറ്റം പറയാതെ അള്ളാഹുവിന്റെ ദിക്റിലായി, അവന്റെ ഫിക്റിലായി അവന് ശുക്ർ ചെയ്ത്, അവനെ സ്മരിച്ച്, അവനിക്ക് ദിക്ർ ചൊല്ലി നല്ല നിലയിൽ ജീവിക്കണം. നമ്മൾ സന്തോഷവേളകളിൽ റബ്ബിനെ മറക്കുന്നു, നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ റബ്ബിനെ ഓർക്കുന്നു, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ എല്ലാ അവസ്ഥയിലും സന്തോഷം വരുമ്പോഴും റബ്ബിനെ ശുക്ർ ചെയ്യുക, സങ്കടം വരുമ്പോൾ റബ്ബിനോട് മനസ്സറിഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ അവസ്ഥയിലും അള്ളാഹു എന്ന ചിന്തയുമായി നടക്കുന്നവനെ ഒരിക്കലും റബ്ബ് കൈവിടൂല. കല്ല, കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ ബുദ്ധിമുട്ടിച്ചാലും, നീ അള്ളാഹുവിനോട് കൃത്യമായി നീതി പുലർത്തുന്നവനാണെങ്കിൽ, പടച്ച റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നവനാണെങ്കിൽ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇതുവരെ എത്തിച്ച റബ്ബ്, ഈ നിമിഷം വരെ നിനക്ക് ജീവിക്കാൻ റിസ്ഖ് നൽകിയ റബ്ബ് നാളെയും നിനക്ക് റിസ്ഖ് തരും. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഈ ആയത്ത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കുത്തിവെക്കണം. പലപ്പോഴും നമുക്ക് ധൈര്യം തരുന്ന ഒരു ആയത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.